ചോറിന് കാവൽക്കാരായിട്ട് രണ്ട് പൂച്ചകളെയാണ്, ബ്ലാക്ക് ക്യാറ്റല്ല വൈറ്റ് ക്യാറ്റിനെയാണ് വെച്ചത്. പറഞ്ഞിട്ടെന്താ, രണ്ടും കിടന്ന് നല്ല ഉറക്കമാണ്. ആ സമയത്ത് ഞാൻ ചോറുണ്ണട്ടെ. മുട്ടൂസിക്ക് പൂച്ചകളെ പേടിയൊന്നും ഇല്ലല്ലോ. ഞാൻ അവിടെ നോക്കട്ടെ, അവിടെയും ചോറുണ്ട്. അവിടുത്തെ പാത്രം, എൻ്റെ പാത്രത്തിലെ ചോറ് മുഴുവൻ ആ കണ്ടന്മാരും ഒക്കെ തിന്നു. നമ്മൾ ഉറങ്ങുമെന്ന് ആ കാകൻ ഓർത്തതേ, നമ്മൾ അവന്മാരെ മൈൻഡ് ചെയ്തില്ല. അവന്മാരുടെ പാത്രത്തിലെ ചോറെടുത്തതിന് നമ്മൾ ചെന്ന് അവന്മാരോട് വഴക്കിന് ചെന്നാൽ കൊത്തി കണ്ണു പൊട്ടിക്കും. ലേഡി കുറിഞ്ഞി പിന്നല്ലാണ്ടോ. അവർ ചോറ് മേടിച്ച് വെക്കുന്നുണ്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. അന്നേരം അവരെ നമ്മൾ ശല്യം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൊക്കിൻ്റെ മൂർച്ച നമ്മുടെ നഖത്തിനേക്കാട്ടിലൊക്കെ കൂടുതലാന്നേ. ഒരു കൊത്ത് തന്നാൽ കണ്ണിൻ്റെ പണി തീരും. അതുകൊണ്ടല്ലേ ഞാൻ ബുദ്ധിപൂർവം കാകനെ കാണുമ്പം കണ്ണടയ്ക്കുന്നത്. നമുക്ക് പേടിയാന്നുള്ള അവന്മാരറിയുകയരുത്, അവന്മാർ നമ്മളെ കൊത്തുകയരുത്. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അയ്യോ, കണ്ടരുടെ ബുദ്ധി കാരണമാണല്ലോ പട്ടിണി കിടക്കേണ്ടി വരുന്നത്. ഒരു പല്ലിയെ കണ്ടാലും ദിനോസറാന്നും പറഞ്ഞ കണ്ടര് പിടിക്കുകയില്ല, അതുകൊണ്ട് പട്ടിണി. എൻ്റെ ഇടീ കുറിഞ്ഞി, നിന്നെപ്പോലെ പല്ലിയും പാറ്റായും ഒന്നും പിടിക്കാൻ എന്നെക്കൊണ്ട് പറ്റൂലെന്നേ. എനിക്ക് ഈ തടിയും വെച്ച് പല്ലിയും പാറ്റായുടെ പുറകെ ഒന്ന് ഓടാൻ പറ്റുമോ? എല്ലിയുടെ പുറകെ ഒട്ടും ഓടാൻ പറ്റൂല. മരത്തെ കയറിയിട്ട് ആ കുരുവിയെ പിടിക്കാൻ പറഞ്ഞാലും പറ്റൂല. ഈ പറവയെ ചാടി പിടിക്കാൻ പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റൂല. എനിക്ക് വയ്യ, എനിക്ക് മടിയാ. ആ മടിയും പിടിച്ച് അങ്ങനെ കിടന്നു. ഞാൻ എൻ്റെ പാട്ടിന് പോകും. പിന്നെ തേടി വന്നേക്കല്ല. എൻ്റെ എടി കുറിഞ്ഞി, നിന്നെ തേടി വരാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് മടിയാന്ന് പറഞ്ഞില്ലേ. ഞാനിങ്ങനെ എവിടെയെങ്കിലും കിടക്കും, വല്ല തീറ്റിയൊക്കെ വന്ന് വായി കയറും. ആരെങ്കിലും എവിടെയെങ്കിലും പിടിച്ചിരിക്കുന്നത് തിന്നും.